ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 42-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ശ്രവിക്കാം. 1. പ്രഭാഷകൻ 42-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 25. 2. താഴെ പറയുന്ന കാര്യങ്ങളിൽ നീ എന്ത് ചെയ്യരുത് എന്നാണ് പ്രഭാഷകൻ 42:1 പറയുന്നത്? ഉത്തരം ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത്. 3. ആരുടെ നിയമത്തിൽ നീ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ 42:2 പറയുന്നത്? ഉത്തരം അത്യുന്നതൻ്റെ. 4. അത്യുന്നതൻ്റെ ഏതൊക്കെ കാര്യങ്ങളിൽ നീ ലജ്ജിക്കരുതെന്നാണ് പ്രഭാഷകൻ 42 പറയുന്നത്? ഉത്തരം നിയമം, ഉടമ്പടി. 5. ആരെ കുറ്റം വിധിക്കുന്നതിൽ നീ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ 42:2 പറയുന്നത്? ഉത്തരം അപരാധനെ. 6. ആരുമായി കണക്ക് തീർക്കുക എന്നാണ് പ്രഭാഷകൻ 42:3 പറയുന്നത്? ഉത്തരം പങ്കാളിയും സഹയാത്രികനുമായി. 7. ആരുടെ പിതൃസ്വത്ത് വിഭജിക്കുന്നതിൽ നീ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ 42:3 പറയുന്നത്? ഉത്തരം സ്നേഹിതരുടെ. 8. സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുന്നതിൽ ലജ്ജിക്കേണ്ട എന്ന് പറഞ്ഞതിനു ശേഷം പ്രഭാഷകൻ 42:3 തുടർന്ന് എന്താണ് പറയുന്നത്? ഉത്തരം കച്ചവടത്തിൽ ലാഭം നേടുക. കച്ചവടത്തിൽ ലാഭം നേടുക. 9. എന്തിലാണ് സൂക്ഷ്മത കാണിക്കേണ്ടത്? ഉത്തരം അളവിലും തൂക്കത്തിലും. 10. അളവിലും തൂക്കത്തിലും എങ്ങനെയാണ് സൂക്ഷ്മത കാണിക്കേണ്ടത്? ഉത്തരം കൂടുതലോ കുറവോ വരാതെ. 11. ആർക്കാണ് നല്ല ശിക്ഷണം നൽകേണ്ടത്? ഉത്തരം കുട്ടികൾക്ക്. 12. ദുഷ്ടനായ ദാസന് എന്തു കൊടുക്കണം? ഉത്തരം തക്ക ശിക്ഷ. 13. ആർക്കാണ് തക്ക ശിക്ഷ കൊടുക്കേണ്ടത്? ഉത്തരം ദുഷ്ടനായ ദാസന്. 14. ആരെ നിലയ്ക്ക് നിർത്തുന്നത് നല്ലതാണ്? ഉത്തരം അവിശ്വസ്തയായ ഭാര്യയെ. 15. അവിശ്വസ്തയായ ഭാര്യയെ എന്ത് ചെയ്യണം? ഉത്തരം നിലയ്ക്ക് നിർത്തണം. 16. അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ എന്ത് ചെയ്യുന്നത് നന്ന് എന്നാണ് പ്രഭാഷകൻ 42:6 പറയുന്നത്? ഉത്തരം പൂട്ടി സൂക്ഷിക്കുന്നത്. 17. ആരെയൊക്കെ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ 42:8 പറയുന്നത്? ഉത്തരം അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരനുമായി ശണ്ട കൂടുന്ന വൃദ്ധനെയോ. 19. പ്രഭാഷകൻ 42:8 പ്രകാരം എപ്പോഴാണ് നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യുന്നത്? ഉത്തരം അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരനുമായി ശണ്ട കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുമ്പോൾ. 20. എല്ലാവരും എപ്പോഴാണ് നിന്നെ അംഗീകരിക്കുന്നത്? ഉത്തരം അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരനുമായി ശണ്ട കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുമ്പോൾ. 21. പ്രഭാഷകൻ 42-ാം അധ്യായത്തിൻ്റെ ആദ്യ ശീർഷകം ഏതാണ്? ഉത്തരം മകളെക്കുറിച്ച് ആകുലത. 22. മകൾ എങ്ങനെയാണ് പിതാവിനെ ജാഗരൂകതയുള്ളവൻ ആക്കുന്നത്? ഉത്തരം സ്വയം അറിയാതെ തന്നെ. 23. ആരാണ് പിതാവിനെ ജാഗരൂകതയുള്ളവൻ ആക്കുന്നത്? ഉത്തരം മകൾ. 24. പിതാവിൻ്റെ നിദ്ര അപഹരിച്ചു കളയുന്നത് എന്താണ്? ഉത്തരം മകളെക്കുറിച്ചുള്ള വിചാരം. 25. എന്തൊക്കെ ഓർത്താണ് പിതാവ് മകളെക്കുറിച്ച് ആകുലനാകുന്നത്? ഉത്തരം യൗവനത്തിൽ അവൾ വിവാഹിത ആകുമോ എന്നും വിവാഹത്തിനു ശേഷം ഭർത്താവിന് അഹിതയാകുമോ എന്നും ഓർത്ത്. 26. കന്യകയായിരിക്കുമ്പോൾ മകളെക്കുറിച്ചുള്ള പിതാവിൻ്റെ ആകുലത എന്താണ്? ഉത്തരം അവൾ കളങ്കിതയാകുമോ എന്ന്. 27. എവിടെ വച്ച് മകൾ ഗർഭിണിയാകുമോ എന്നാണ് പിതാവ് ഭയപ്പെടുന്നത്? ഉത്തരം പിതൃഭവനത്തിൽ വച്ച്. 28. ആരെയാണ് കർശനമായി സൂക്ഷിക്കേണ്ടത്? ഉത്തരം
ദുഷ്ടാട്യകാരിയായ പുത്രിയെ. 29. ദുഷ്ടാട്യകാരിയായ പുത്രിയെ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? ഉത്തരം കർശനമായി. 30. ആരു മൂലമാണ് നീ സമൂഹത്തിൻ്റെ മുമ്പിൽ ലജ്ജിക്കേണ്ടി വരുന്നത്? ഉത്തരം ദുഷ്ടാട്യകാരിയായ പുത്രി മൂലം. 31. ആരുടെയും എന്തു നോക്കിയിരിക്കരുത് എന്നാണ് പ്രഭാഷകൻ 42:12 പറയുന്നത്? ഉത്തരം ആകാരഭംഗി. 32. ആരുടെ ഇടയിൽ ഇരിക്കരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം സ്ത്രീകളുടെ ഇടയിൽ. 33. പ്രഭാഷകൻ 42:13 പ്രകാരം വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ ആരിൽ നിന്നാണ് ദുഷ്ടത വരുന്നത്? ഉത്തരം സ്ത്രീയിൽ നിന്ന്. 34. സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നത് എങ്ങനെയാണ്? ഉത്തരം വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ. 35. പുരുഷന്റെ ദുഷ്ടത എന്തിനേക്കാൾ ഭേദമാണ്? ഉത്തരം സ്ത്രീയുടെ നന്മയേക്കാൾ. 36. പ്രഭാഷകൻ 42:14 പ്രകാരം ആരാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്? ഉത്തരം സ്ത്രീ. 37. പ്രഭാഷകന്റെ ഗ്രന്ഥം 42-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം പ്രപഞ്ചത്തിൽ ദൈവമഹത്വം. 38. ഞാൻ ഇപ്പോൾ എന്ത് അനുസ്മരിക്കും എന്നാണ് പ്രഭാഷകൻ 42:15 പറയുന്നത്? ഉത്തരം കർത്താവിൻ്റെ പ്രവർത്തികളെ. 39. താൻ എന്ത് ചെയ്യും എന്നാണ് പ്രഭാഷകൻ 42:15 പറയുന്നത്? ഉത്തരം കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. 40. കർത്താവിൻ്റെ പ്രവർത്തികൾ എപ്രകാരമാണ് നിർവഹിക്കപ്പെടുന്നത്? ഉത്തരം വചനം വഴി. 41. വചനം വഴി നിർവഹിക്കപ്പെടുന്നത് എന്താണ്? ഉത്തരം കർത്താവിൻ്റെ പ്രവർത്തികൾ. 42. സൂര്യൻ എന്തുകൊണ്ടാണ് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത്? ഉത്തരം തൻ്റെ കിരണങ്ങൾ കൊണ്ട്. 44. കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവർത്തികൾ അവർണ്ണനീയമായിരിക്കുന്നത് പോലുമാണ്. ഉത്തരം അവിടുത്തെ വിശുദ്ധർക്കു പോലും. 45. പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചവ എന്താണ്? ഉത്തരം കർത്താവിൻ്റെ വിസ്മയനീയമായ. 46. ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നത് ആരാണ്? ഉത്തരം കർത്താവ്. 47. അറിയേണ്ടതെല്ലാം അറിയുന്നത് ആരാണ്? ഉത്തരം കർത്താവ്. 48. കാലത്തിൻ്റെ സൂചനകൾ നിരീക്ഷിക്കുന്നത് ആരാണ്? ഉത്തരം കർത്താവ്. 49. കർത്താവ് നിരീക്ഷിക്കുന്നത് എന്താണ്? ഉത്തരം കാലത്തിൻ്റെ സൂചനകൾ. 50. അവിടുന്ന് എന്താണ് പ്രഖ്യാപിക്കുന്നത്? ഉത്തരം ഭൂതവും ഭാവിയും.